മജ്ജിം നികായ 84 മധുരസൂത്ത്. സുഹൃത്തുക്കളെ, സൂത്ത നമ്പർ 81, 82, 83 അത് ഞാൻ വിവർത്തനം ചെയ്തിട്ടില്ല. കാരണം ധ്യാനം സംബന്ധിച്ചിട്ടുള്ള അധികം കാര്യങ്ങൾ അതിലില്ല. അതുകൊണ്ടാണ് വിവർത്തനം ചെയ്യാതിരുന്നത്. ഈ സൂത്തം ആയുഷ്മാൻ മഹാകച്ചാനും അതേപോലെ തന്നെ അവന്തിപുത്ത എന്ന് പറയുന്ന രാജാവും തമ്മിൽ ഉള്ള സൂത്തമാണ്. ഇത് വളരെ നല്ല ഒരു സൂത്തമാണ്. കാരണം ഇന്നും ബ്രാഹ്മണന്മാർ തങ്ങളെ ശ്രേഷ്ഠന്മാർ എന്നാണ് വിളിക്കുന്നത്. ക്ഷത്രിയന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ ഇവരൊന്നും ശരിയായിട്ടുള്ള ശ്രേഷ്ഠന്മാരല്ല എന്ന് അവർ ഇന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ അന്നും പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇന്ന് വിവിധ മതസമ്പ്രദായങ്ങളിൽ ഉള്ള ആൾക്കാരുണ്ട്. പലതരം മതങ്ങളിൽപ്പെട്ടവർ, പലതരം വിശ്വാസങ്ങളിൽപ്പെട്ടവർ, പലതരം വേഷങ്ങൾ ധരിക്കുന്നവർ. ഇവരെല്ലാവരും തന്നെ തങ്ങളാണ് ശ്രേഷ്ഠർ, തങ്ങളാണ് ഏറ്റവും നല്ല മതവിഭാഗക്കാർ, തങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലത്, തങ്ങളാണ് ഏറ്റവും നല്ല ധർമ്മ വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് കരുതുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ ഒരു വ്യക്തി ധർമ്മിഷ്ഠനാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത് ആ വ്യക്തിയുടെ മതമോ കുലമോ വേഷമോ ആരാധനാ രീതിയോ മതമോ സമ്പ്രദായമോ ഒന്നും തന്നെയല്ല. ആ വ്യക്തിയുടെ ആചരണമാണ് ആ വ്യക്തിയെ നല്ലവനും ചീത്തവനും ആക്കുന്നത്. ഈ ആചരണത്തെക്കുറിച്ച് അറിയാൻ തീർച്ചയായിട്ടും ഈ സൂത്രം നമ്മൾക്ക് ഉപകരിക്കുന്നതാണ്. ശരിയായിട്ടുള്ള ധർമ്മം എന്തെന്നറിയാൻ ഈ സൂത്രം ഉപകരിക്കും. തങ്ങളാണ് ശ്രേഷ്ഠർ എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രം അയച്ചു കൊടുക്കുക. അത് വളരെ ഉപകാരപ്പെടും. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ആയുഷ്മാൻ മഹാകച്ചാനൻ മധുരയിൽ ഗുണ്ടവനത്തിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ മധുരയിലെ രാജാവായിട്ടുള്ള രാജാ അവന്തിപുത്ത അദ്ദേഹം ഇങ്ങനെ കേട്ടു, ആയുഷ്മാൻ മഹാകച്ചാനൻ ഇപ്പോൾ മധുരയിൽ താമസിക്കുകയാണ്, ഗുണ്ടവനത്തിൽ. അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ ഉള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള കീർത്തി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പണ്ഡിതനാണ്, കഴിവുള്ള വ്യക്തിയാണ്, മേധാവിയാണ്, ധാരാളം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഒരു നല്ല പ്രാസംഗികനാണ്, വളരെ നല്ല ഗുണങ്ങൾ ഉള്ള വ്യക്തിയാണ്, പക്വതയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അർഹന്തനാണ്. അത്തരം അർഹന്തനായിട്ടുള്ള മഹാപുരുഷന്മാരുടെ ദർശനം എന്ന് പറയുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ രാജാവ് അവന്തിപുത്ത തൻ്റെ ഏറ്റവും നല്ല വാഹനങ്ങളെ സജ്ജമാക്കി അദ്ദേഹം ഒരു വാഹനത്തിൽ കയറി. എന്നിട്ട് ബാക്കിയുള്ള വാഹനങ്ങളും ഒത്ത് രാജകീയ പ്രൗഢിയോടുകൂടി അദ്ദേഹം മധുരയിലേക്ക് ആയുഷ്മാൻ മഹാകച്ചാനെ കാണാൻ പോയി. വാഹനങ്ങൾ പോകുന്ന സ്ഥലം വരെ അദ്ദേഹം വാഹനത്തിൽ പോയി. അതിനുശേഷം അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ആയുഷ്മാൻ മഹാകച്ചാൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അതിനുശേഷം കുശലപ്രശ്നങ്ങൾ ചെയ്തു. അഭിവാദ്യവും കുശലപ്രശ്നങ്ങൾക്കും ശേഷം രാജാവ് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ആയുഷ്മാൻ മഹാകച്ചാനോട് ഇങ്ങനെ പറഞ്ഞു, കച്ചാന ഗുരു, ബ്രാഹ്മണന്മാർ ഇങ്ങനെ പറയുന്നു, ബ്രാഹ്മണന്മാരാണ് ശ്രേഷ്ഠ കുലത്തിൽപ്പെട്ടവർ, മറ്റുള്ളവർ ശ്രേഷ്ഠ കുലത്തിൽപ്പെട്ടവരല്ല. ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർ വെളുത്തവരാണ്, മറ്റുള്ളവർ കറുത്തവരാണ്. പരിശുദ്ധരായിട്ടുള്ള വിഭാഗക്കാർ ബ്രാഹ്മണക്കാരാണ്, മറ്റുള്ളവർ പരിശുദ്ധരല്ല. ബ്രാഹ്മണന്മാർ ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ തന്നെയാണ്. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് അവരുടെ ഉൽപ്പത്തി. ബ്രഹ്മാവിൽ നിന്നാണ് അവർ ജനിച്ചത്. ബ്രഹ്മാവാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത്. ബ്രഹ്മാവിൻ്റെ അവകാശിയാണ് അവർ. കച്ചാന ഗുരുവിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മഹാരാജ, ഇത് ലോകത്തിലെ അർത്ഥമില്ലാത്ത വെറും ശബ്ദം മാത്രമാണ്. ബ്രാഹ്മണന്മാരാണ് ശ്രേഷ്ഠ വിഭാഗത്തിൽപ്പെട്ടവർ, ബാക്കിയുള്ളവരൊന്നും ശ്രേഷ്ഠരല്ല. ബ്രാഹ്മണരാണ് വെളുത്ത നിറത്തിലുള്ളവർ, ബാക്കി എല്ലാവരും കറുത്ത നിറത്തിലുള്ളവരാണ്. ബ്രാഹ്മണർ മാത്രമാണ് പരിശുദ്ധർ, ബാക്കി ആരും തന്നെ പരിശുദ്ധരല്ല. ബ്രാഹ്മണർ മാത്രമാണ് ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ, ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ടവർ, ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവർ, ബ്രഹ്മാവിൻ്റെ അവകാശികൾ. ഇത് വെറും കൊട്ടിഘോഷം മാത്രമാണ്. ഇതിൽ സത്യം ഒന്നും തന്നെയില്ല. ഈ ലോകത്തിൽ ഇത് വെറും ഒരു കേട്ടുകേൾവി മാത്രമാണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് ഒരു വഴിയുണ്ട്. മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? ഉദാഹരണത്തിന് ഒരു ക്ഷത്രിയന് ധാരാളം ധാന്യം ലഭിച്ചു എന്ന് കരുതുക. ധാന്യങ്ങളുണ്ട്, സ്വർണമുണ്ട്, വെള്ളി ഉണ്ട്. ആ സമയത്ത് മറ്റുള്ള ക്ഷത്രിയന്മാർ, ബ്രാഹ്മണന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കില്ലേ? അദ്ദേഹം കിടക്കാൻ പോയതിന് ശേഷം മാത്രം കിടക്കാൻ പോകില്ലേ?
അദ്ദേഹം പറഞ്ഞതെല്ലാം അനുസരിക്കില്ലേ? അദ്ദേഹത്തോട് നല്ല രീതിയിൽ വർത്തമാനം പറയില്ലേ? മര്യാദയോടുകൂടി അദ്ദേഹത്തിനോട് സംസാരിക്കില്ലേ? തീർച്ചയായിട്ടും കച്ചാന ഗുരു. മഹാരാജ, അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു ബ്രാഹ്മണന്, ഒരു വൈശ്യന്, ഒരു ശൂദ്രന് ഇവർക്കെല്ലാം ധാരാളം ധനം കിട്ടി, ധാന്യം കിട്ടി, സ്വർണം കിട്ടി, വെള്ളി കിട്ടി. അവർ വളരെ ധനികരായി. അപ്പോൾ മറ്റുള്ള ക്ഷത്രിയന്മാർ, ബ്രാഹ്മണന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ ഇവരുടെ മുൻപിൽ എണിച്ചു നിൽക്കില്ലേ? അവർ കിടക്കാൻ പോയതിനു ശേഷം കിടക്കാൻ പോകില്ലേ? അവർ പറഞ്ഞതെല്ലാം അനുസരിക്കില്ലേ? അവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറില്ലേ? മര്യാദയോടുകൂടി സംസാരിക്കില്ലേ? തീർച്ചയായിട്ടും കച്ചാന ഗുരു. മഹാരാജ, അങ്ങനെയെങ്കിൽ താങ്കൾ എന്ത് കരുതുന്നു? അങ്ങനെയാണെങ്കിൽ ഈ 4 കുലങ്ങളിൽപ്പെട്ടവരും തുല്യരല്ലേ? അതോ അവർ വെവ്വേറെയാണോ? ഇതിനെപ്പറ്റി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും കച്ചാന ഗുരു. ഈ കാര്യത്തിൽ ഈ 4 വർണ്ണങ്ങളും സമമാണ്. എനിക്ക് അവരിൽ ഒരു വ്യത്യാസവും കാണാൻ സാധിക്കുന്നില്ല. മഹാരാജ, ഈ ബ്രാഹ്മണന്മാരുടെ വാദം വെറും കേട്ടുകേൾവി മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മറ്റൊരു വഴി കൂടിയുണ്ട്. മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു ക്ഷത്രിയൻ്റെ കാര്യമെടുക്കാം. ആ ക്ഷത്രിയൻ പ്രാണികളെ കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, നുണ പറയുന്നു, ഏഷ്ണി പറയുന്നു, കടുവചനം പറയുന്നു, മിഥ്യാഭാഷണം ചെയ്യുന്നു. മറ്റുള്ളവരുടെ പണം അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ദ്വേഷമുള്ള വ്യക്തിയാണ്, മിഥ്യാദൃഷ്ടിയുള്ള വ്യക്തിയാണ്. അവരുടെ ശരീരം നഷ്ടമാകുന്ന സമയത്ത്, അവർ മരിക്കുന്ന സമയത്ത് അവർ ചീത്തയായുള്ള സ്ഥലത്തല്ലേ ജനിക്കുകയുള്ളൂ? കഷ്ടമുള്ള സ്ഥലത്ത്, അധോലോകത്ത്, നരകലോകത്ത് അവിടെയല്ലേ അവർ ജനിക്കുകയുള്ളൂ? താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും കച്ചാന ഗുരു, ആ വ്യക്തി നരകത്തിൽ തന്നെയായിരിക്കും ജനിക്കുക. ചീത്തയായിട്ടുള്ള സ്ഥലത്ത്, അധോലോകത്ത് തന്നെയായിരിക്കും ജനിക്കുക. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൂടാതെ അർഹന്തന്മാരിൽ നിന്നും ഞാൻ അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. സാധു സാധു മഹാരാജ. വളരെ നല്ലത്, വളരെ നല്ലത് മഹാരാജാവേ. താങ്കൾ ഇപ്രകാരം ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതുകൂടാതെ താങ്കൾ അർഹന്തന്മാരിൽ നിന്ന് ഇത് കേട്ടിട്ടുണ്ട് എന്നുള്ളതും വളരെ നല്ല കാര്യം തന്നെയാണ്. മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു ബ്രാഹ്മണൻ, ഒരു വൈശ്യൻ, ഒരു ശൂദ്രൻ ഇവർ പ്രാണികളെ കൊല്ലുകയാണ്, മോഷ്ടിക്കുകയാണ്, വ്യഭിചാരം ചെയ്യുകയാണ്, നുണ പറയുകയാണ്, ഏഷ്ണി പറയുകയാണ്, കടുവചനം പറയുകയാണ്, മിഥ്യാഭാഷണം ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ ധനം അപഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്, മറ്റുള്ളവരുടെ ദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്തുന്നവനാണ്, മിഥ്യാദൃഷ്ടി ഉള്ള വ്യക്തിയാണ്. അവരുടെ ശരീരം ഇല്ലാതാകുന്ന സമയത്ത് അല്ലെങ്കിൽ മരണശേഷം അവർ അധോലോകത്ത്, ചീത്തയായിട്ടുള്ള സ്ഥലത്ത്, അപായ ലോകത്ത്, നരകത്തിലല്ലേ അവർ ജനിക്കുക? ഇതിനെപ്പറ്റി താങ്കൾ എന്താണ് കരുതുന്നത്? ഇവിടെ മിഥ്യാദിഷ്ടി എന്ന് പറയുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സമ്മാദിഷ്ടി എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള ദർശനം, അല്ലെങ്കിൽ നമ്മുടെ തത്വശാസ്ത്രം ഇങ്ങനെയാണ്, നമ്മളുടെ ഫിലോസഫി ഇങ്ങനെയാണ്, ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ സമുദയമാണ്, ദുഃഖത്തിൻ്റെ നിരോധമാണ്, ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ്. ഈ ഒരു തത്വമാണ് നമ്മൾക്ക് ഉള്ളതെങ്കിൽ അത് ശരിയായിട്ടുള്ള ദർശനമാണ്. ഇതല്ലാത്ത ബാക്കി എല്ലാ ദർശനങ്ങളും, തത്വശാസ്ത്രങ്ങളും, ഫിലോസഫികളും മിഥ്യാദിഷ്ടിയാണ്, മിഥ്യാദൃഷ്ടിയാണ്. കച്ചാന ശാസ്ത്ര, ആ ബ്രാഹ്മണൻ, ആ വൈശ്യൻ അല്ലെങ്കിൽ ആ ശൂദ്രൻ തീർച്ചയായിട്ടും അധോലോകത്ത്, നരകലോകത്തിൽ തന്നെയായിരിക്കും ജനിക്കുക. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൂടാതെ അർഹന്തന്മാരിൽ നിന്നും ഞാൻ അതുതന്നെയാണ് കേട്ടിട്ടുള്ളത്. അർഹന്തന്മാർ എന്ന് പറയുമ്പോൾ പൂർണ്ണമുക്തി നേടിയ വ്യക്തികൾ എന്നാണ് അർത്ഥം. സാധു സാധു മഹാരാജ. വളരെ നല്ലത്, വളരെ നല്ലത് മഹാരാജ. താങ്കൾ ഇപ്രകാരമാണ് ആലോചിക്കുന്നത് എന്നത് വളരെ നല്ല കാര്യമാണ്. താങ്കൾ അർഹന്തന്മാരിൽ നിന്ന് ഇപ്രകാരം കേട്ടു എന്നുള്ളതും വളരെ നല്ല കാര്യമാണ്. മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? ഇത് ഇങ്ങനെയായിട്ടുള്ള സ്ഥിതിക്ക് ഈ 4 കുലങ്ങളിലെ വ്യക്തികൾ തുല്യരാണോ അതോ അല്ലയോ? താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും കച്ചാന ഗുരു. ഈ ഉദാഹരണത്തിൽ 4 കുലങ്ങളും 4 വർണ്ണങ്ങളും തുല്യരാണ്. അവർക്കിടയ്ക്ക് യാതൊരു വ്യത്യാസവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് മറ്റുള്ള മതവിഭാഗക്കാരെയും കാണേണ്ടത്. ഒരു വ്യക്തി ഏത് മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും
അവൻ കൊല്ലുകയാണ്, മോഷ്ടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, നുണ പറയുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും അധോലോകത്ത് പോയിട്ടായിരിക്കും ജനിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതേപോലെ തന്നെ നല്ല കാര്യം ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും ശരി, നല്ല സ്ഥലത്തായിരിക്കും പോയിട്ട് ജനിക്കുക. മഹാരാജ, ഇത് വെറും ലോകത്തിലെ ബ്രാഹ്മണന്മാർ പറയുന്ന കേട്ടുകേൾവി മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി ഉണ്ട്. മഹാരാജ, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു ക്ഷത്രിയൻ്റെ കാര്യം എടുക്കാം. ആ ക്ഷത്രിയൻ പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, നുണ പറയുന്നില്ല, ഏഷണി പറയുന്നില്ല, കടുവചനം പറയുന്നില്ല, മിഥ്യാഭാഷണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിരർത്ഥക ഭാഷണം ചെയ്യുന്നില്ല. അവർ സന്തുഷ്ടരാണ്, ഉള്ളതിൽ സന്തുഷ്ടരാണ്. അതുകൂടാതെ ദയാലുക്കളാണ്. അവർക്ക് സമ്മാദിഷ്ഠിയാണ് ഉള്ളത്. അവർ അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അവർ നല്ല സ്ഥലത്തല്ലേ ജനിക്കുക, സ്വർഗ്ഗലോകത്തല്ലേ അവർ പോയിട്ട് ജനിക്കുക. ഇതിനെപ്പറ്റി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കച്ചാന ഗുരു, ആ ക്ഷത്രിയൻ തീർച്ചയായിട്ടും സ്വർഗ്ഗലോകത്തിൽ പോയിട്ടായിരിക്കും ജനിക്കുക. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ അർഹന്തന്മാരിൽ നിന്നും ഞാൻ അതുതന്നെയാണ് കേട്ടിട്ടുള്ളത്. സാധു മഹാരാജ, വളരെ നല്ലത്, വളരെ നല്ലത് മഹാരാജ. താങ്കൾ ഇങ്ങനെയാണ് കരുതുന്നത് എന്നത് വളരെ നല്ല കാര്യമാണ്. അതുകൂടാതെ അർഹന്തന്മാരിൽ നിന്ന് തന്നെയാണ് താങ്കൾ ഇത് കേട്ടിട്ടുള്ളത് എന്നതും വളരെ നല്ല കാര്യമാണ്. താങ്കൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നത് വളരെ നല്ല കാര്യമാണ്. അർഹന്തന്മാരിൽ നിന്ന് താങ്കൾ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത് എന്നതും വളരെ നല്ല കാര്യമാണ്. മഹാരാജ, താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു ബ്രാഹ്മണൻ, ഒരു വൈശ്യൻ, ഒരു ശൂദ്രൻ, ഇവർ പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, നുണ പറയുന്നില്ല, ഏഷണി പറയുന്നില്ല, കടുവചനം പറയുന്നില്ല, മിഥ്യാഭാഷണം ചെയ്യുന്നില്ല. അവർ വളരെ തൃപ്തരാണ്, ദയാലുക്കളാണ്. അവർക്ക് സമ്മാദിഷ്ഠിയാണ് ഉള്ളത്. അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് അവർ നല്ല സ്ഥലത്തല്ലേ ജനിക്കുകയുള്ളൂ, സ്വർഗ്ഗലോകത്തല്ലേ അവർ ജനിക്കുകയുള്ളൂ. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കച്ചാന ഗുരു, ആ ബ്രാഹ്മണന്മാർ, ആ വൈശ്യന്മാർ, ആ ശൂദ്രന്മാർ തീർച്ചയായിട്ടും നല്ല സ്ഥലത്തായിരിക്കും ജനിക്കുക, സ്വർഗത്തിലായിരിക്കും ജനിക്കുക. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അർഹന്തന്മാരിൽ നിന്നും ഞാൻ അതുതന്നെയാണ് കേട്ടിട്ടുള്ളത്. സാധു മഹാരാജ, വളരെ നല്ലത്, വളരെ നല്ലത് മഹാരാജ. താങ്കൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നത് വളരെ നല്ല കാര്യമാണ്. അർഹന്തന്മാരിൽ നിന്ന് താങ്കൾ ഇതുതന്നെയാണ് കേട്ടിട്ടുള്ളത് എന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? ഇക്കാര്യം ഇങ്ങനെയാണെങ്കിൽ ഈ 4 കുലത്തിൽപ്പെട്ട വ്യക്തികളും തുല്യരല്ലേ? ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും കച്ചാന ഗുരു, ഈ കാര്യത്തിൽ ഈ 4 കുലങ്ങളും തുല്യരാണ്. അവർക്കിടയിൽ യാതൊരു വ്യത്യാസവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. മഹാരാജ, ബ്രാഹ്മണന്മാരുടെ ഈ അവകാശവാദം വെറും പൊള്ളയായിട്ടുള്ള വാദമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മറ്റൊരു വഴി കൂടിയുണ്ട്. മഹാരാജ, താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു ക്ഷത്രിയൻ ഭവനഭേദനം നടത്തുകയാണ് എന്ന് കരുതുക. സ്വത്തുക്കളെ മുഴുവൻ കൊള്ളയടിക്കുകയാണ് എന്ന് കരുതുക. ഒറ്റയ്ക്കുള്ള വീട്ടിൽ നിന്ന് മോഷണം നടത്തുകയാണ്, രാജപാതകളിൽ മോഷണം നടത്തുകയാണ്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുകയാണ്. ഉദാഹരണമായിട്ട് താങ്കളുടെ ആൾക്കാർ ആ വ്യക്തിയെ പിടിക്കുകയാണ്, എന്നിട്ട് താങ്കളുടെ മുന്നിൽ ഹാജരാക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ദേവ, ഈ വ്യക്തി കള്ളനാണ്, ഒരു അപരാധിയാണ്. താങ്കൾക്ക് ഇഷ്ടമുള്ള ശിക്ഷ ഈ വ്യക്തിക്ക് കൊടുക്കാവുന്നതാണ്. മഹാരാജാവേ, അപ്പോൾ താങ്കൾ ആ വ്യക്തിയോട് എന്തു ചെയ്യും? കച്ചാന ഗുരു, ഞാൻ ആ വ്യക്തിയെ വധിക്കും, പിഴ ചുമത്തും, അല്ലെങ്കിൽ നാട് കടത്തും, അല്ലെങ്കിൽ ആ കുറ്റത്തിന് യോജിച്ചതായിട്ടുള്ള ശിക്ഷ കൊടുക്കും. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ വ്യക്തിക്ക് മുൻപുണ്ടായിരുന്ന ക്ഷത്രിയൻ എന്ന പദവി നഷ്ടമായി. ഇപ്പോൾ ആ വ്യക്തി അറിയപ്പെടുന്നത് കള്ളൻ എന്ന പേരിലാണ്. മഹാരാജാവേ, താങ്കൾ എന്ത് കരുതുന്നു? ഒരു ബ്രാഹ്മണനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്. ആ വ്യക്തികൾ ഭവനഭേദനം ചെയ്യുകയാണ്, സ്വത്തുക്കളെ കൊള്ളയടിക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന വീടുകളിൽ മോഷണം നടത്തുകയാണ്, രാജപാതകളിൽ പിടിച്ചുപറി നടത്തുകയാണ്, അവർ വ്യഭിചാരം ചെയ്യുകയാണ്.
താങ്കളുടെ ആൾക്കാർ ആ വ്യക്തിയെ പിടിച്ചു, എന്നിട്ട് താങ്കളുടെ മുന്നിൽ ഹാജരാക്കിയാണ് എന്ന് കരുതുക. എന്നിട്ട് അവർ ഇങ്ങനെ പറയുന്നു, ദേവ, ഇത് ഒരു കൊള്ളക്കാരനാണ്, ഒരു അപരാധിയാണ്, താങ്കൾക്ക് ഇഷ്ടമുള്ള എന്ത് ശിക്ഷയും ഈ വ്യക്തിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ താങ്കൾ ആ വ്യക്തിയോട് എന്തു ചെയ്യും? കച്ചാന ഗുരു, ഞാൻ ആ വ്യക്തിയെ വധിക്കാൻ നിർദ്ദേശിക്കും, പിഴ ചുമത്തും, നാട് കടത്തും, അല്ലെങ്കിൽ ആ കുറ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കും. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ വ്യക്തിക്ക് മുൻപുണ്ടായിരുന്ന പദവി, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന പദവി നഷ്ടപ്പെട്ടു. ആ വ്യക്തി അറിയപ്പെടുന്നത് കൊള്ളക്കാരൻ എന്ന പേരിൽ മാത്രമാണ്. മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ 4 കുലത്തിൽപ്പെട്ടവരും തുല്യരല്ലേ? ഇതിനെപ്പറ്റിയുള്ള താങ്കളുടെ ദർശനം എപ്രകാരമാണ്? തീർച്ചയായിട്ടും കച്ചാന ഗുരു, ഈ കാര്യത്തിൽ ഈ 4 കുലങ്ങളും തുല്യരാണ്. എനിക്ക് ഇവർ തമ്മിൽ ഒരു വ്യത്യാസവും കാണാൻ സാധിക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് എല്ലാ മതക്കാരും സ്വയം തന്നെ കരുതേണ്ടത്. ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, പ്രാണികളെ കൊല്ലുന്ന വ്യക്തിയാണ് എങ്കിൽ, അതേപോലെ തന്നെ മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രകൃതിയുടെ മുന്നിൽ കുറ്റക്കാരനാണ്. നിങ്ങളുടെ മതം അവിടെ ബാധകമേ അല്ല. നിങ്ങളുടെ വിശ്വാസം, വേഷം, അതൊന്നും അവിടെ ബാധകമല്ല. നിങ്ങളുടെ പ്രവൃത്തി മാത്രമാണ് അവിടെ ബാധകമായിട്ടുള്ളത്. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തെ മനസ്സിലാക്കുന്നു, അത്രയും പെട്ടെന്ന് മനുഷ്യർ നേരായിട്ടുള്ള വഴിയിൽ വരും. മനുഷ്യരെയോ പ്രാണികളെയോ കൊന്നിട്ട് ഒരു കോടതിയിൽ ഒരു ജഡ്ജിനെ പൂജിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ജഡ്ജി ആ പൂജ ഏറ്റുവാങ്ങില്ല, അവനെ ദോഷവിമുക്തനാക്കില്ല. അതേപോലെ തന്നെ പ്രാണികളെ കൊല്ലുന്ന സമയത്ത് പ്രകൃതിയുടെ മുൻപിൽ നമ്മൾ കുറ്റക്കാരാണ്. ഈ കാര്യം എല്ലാ സമയത്തും ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് ശരിയായിട്ടുള്ള ധർമ്മം, ഇതാണ് ശരിയായിട്ടുള്ള മതം. യുക്തിക്കും ബുദ്ധിക്കും അനുകൂലമായിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള മതം ഇതാണ്. ഈ അഭിപ്രായം യുക്തിവാദിക്കും സ്വീകാര്യമാണ്, അതേപോലെ തന്നെ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും സ്വീകാര്യമാണ്. കാരണം ഇത് യുക്തിക്ക് നിരക്കുന്നതാണ്, ബുദ്ധിക്ക് നിരക്കുന്നതാണ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ്. മഹാരാജ, ഇനി മറ്റൊരു വഴിയുണ്ട്. ബ്രാഹ്മണന്മാരുടെ ഈ വാദം വെറും കേട്ടുകേൾവി മാത്രമാണ് എന്നറിയാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു ക്ഷത്രിയൻ്റെ ഉദാഹരണമെടുക്കാം. അവൻ തൻ്റെ തലയിലെ മുടി വടിച്ചു കളഞ്ഞു, താടിരോമങ്ങൾ വടിച്ചു കളഞ്ഞു, അതിനുശേഷം കാഷായ വസ്ത്രം ധരിച്ചു. എന്നിട്ട് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നു, അല്ലെങ്കിൽ ഭിക്ഷുവായിട്ട് തീരുന്നു. അവർ പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, നുണ പറയുന്നില്ല, അവർ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല, പകൽ ഒരു നേരം മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ബ്രഹ്മചാരികളാണ്, അവർ ശീലവാന്മാരാണ്, വളരെ നല്ല സ്വഭാവമുള്ള വ്യക്തികളാണ് അവർ. താങ്കൾ അവരോട് എങ്ങനെ പെരുമാറും? കച്ചാന ഗുരു, ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ വന്ദിക്കും, അവരുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കും, എന്നിട്ട് അവർക്ക് ഇരിക്കാനുള്ള ആസനം നൽകും, അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം, അതേപോലെ തന്നെ ഭക്ഷണം, താമസിക്കാനുള്ള സ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഇവയെല്ലാം സ്വീകരിക്കുന്നതിന് അവരെ ഞാൻ ക്ഷണിക്കും. അതുകൂടാതെ ഞാൻ അവർക്ക് നിയമാനുസൃതമായിട്ടുള്ള സംരക്ഷണവും പരിരക്ഷയും അവർക്ക് നൽകുന്നതാണ്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർക്ക് മുൻപുണ്ടായിരുന്ന ആ പദവി, ക്ഷത്രിയൻ എന്ന ആ പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർ ഒരു സന്യാസിയാണ്, ഇപ്പോൾ അവർ ഒരു ഭിക്ഷുവാണ്. രാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു ബ്രാഹ്മണൻ, ഒരു വൈശ്യൻ, ഒരു ശൂദ്രൻ, അവരെല്ലാം അവരുടെ തലമുടി വടിച്ചു കളഞ്ഞു, അവരുടെ താടിയും മീശയും വടിച്ചു കളഞ്ഞു, കാഷായ വസ്ത്രം ധരിച്ചു, എന്നിട്ട് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവർ പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, നുണ പറയുന്നില്ല, അവർ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല, ദിനത്തിൽ ഒരു നേരം മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവർ ബ്രഹ്മചാരികളാണ്, ശീലവാന്മാരാണ്, വളരെ നല്ല സ്വഭാവമുള്ളവരാണ്. താങ്കൾ അവരോട് എങ്ങനെ പെരുമാറും? കച്ചാന ഗുരു, ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ വന്ദിക്കും, അവരുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കും, അവർക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം ഞാൻ കൊടുക്കും, അവർക്ക് വസ്ത്രങ്ങൾ, താമസിക്കാനുള്ള സ്ഥലം, ഭക്ഷണം, മരുന്ന്
രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ ഇവ സ്വീകരിക്കാൻ ഞാൻ അവരെ ക്ഷണിക്കും. നിയമാനുസൃതമായിട്ട് അവരുടെ സംരക്ഷണം, പരിരക്ഷ ഞാൻ ഉറപ്പാക്കും. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഇതിനു മുൻപ് അവർക്കുണ്ടായിരുന്ന ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന പദവി അവർക്ക് നഷ്ടപ്പെട്ടു. അവർ ഇപ്പോൾ ഒരു ഭിക്ഷു എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. മഹാരാജാവേ, താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഈ 4 കുലങ്ങളും തുല്യമല്ലേ? താങ്കൾ ഇതിനെപ്പറ്റി എന്താണ് കാണുന്നത്? കച്ചാന ഗുരു, തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഈ 4 കുലങ്ങളും തുല്യരാണ്. എനിക്ക് അവർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസവും കാണാൻ സാധിക്കുന്നില്ല. ഇത് ബ്രാഹ്മണന്മാരെ പറ്റിയുള്ള ഒരു കേട്ടുകേൾവി മാത്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് ഇത്. ബ്രാഹ്മണന്മാർ മാത്രമാണ് ശ്രേഷ്ഠ കുലത്തിൽപ്പെട്ടവർ, അന്യർ ശ്രേഷ്ഠ കുലത്തിൽപ്പെട്ടവരല്ല. ബ്രാഹ്മണന്മാർ മാത്രമാണ് വെളുത്ത നിറമുള്ളവർ, മറ്റുള്ളവരെല്ലാം കറുത്ത നിറമുള്ളവരാണ്. ബ്രാഹ്മണന്മാർ മാത്രമാണ് പരിശുദ്ധർ, ബാക്കി എല്ലാവരും അപരിശുദ്ധരാണ്. ബ്രാഹ്മണന്മാർ മാത്രമാണ് ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ, ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ഉണ്ടായിട്ടുള്ളവർ, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവർ, ബ്രഹ്മാവിനാൽ ഉണ്ടാക്കപ്പെട്ടവർ, ബ്രഹ്മാവിൻ്റെ അവകാശി. ആയുഷ്മാൻ മഹാകച്ചാനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മധുരയിലെ രാജാവായ അവന്തിപുത്തു ഇങ്ങനെ പറഞ്ഞു: അഭിക്കന്തം ബോ കച്ചാന, അഭിക്കന്തം ബോ കച്ചാന. വളരെ നന്നായി കച്ചാന ഗുരു, വളരെ നന്നായി. കമഴ്ത്തി വെച്ചതിനെ നിവർത്തി വെച്ചതുപോലെ, മറഞ്ഞു കിടക്കുന്നതിനെ പ്രകടമാക്കിയതുപോലെ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ രാത്രിയിൽ ദീപം തെളിയിക്കുന്നത് പോലെ. അതുമൂലം കണ്ണുള്ളവർക്ക് അവിടെയുള്ള വസ്തുക്കൾ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്രകാരം കച്ചാന ഗുരു ഈ ധർമ്മത്തെ വളരെ വിശദമായിട്ട് വ്യക്തമാക്കിയിട്ട് തന്നു. ഞാൻ കച്ചാന ഗുരുവിൽ, ധർമ്മത്തിൽ, സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ എൻ്റെ പ്രാണൻ നിലനിൽക്കുന്നതുവരെ കച്ചാന ഗുരു എന്നെ ഒരു ഉപാസകനായിട്ട് കരുതണം. മഹാരാജ, താങ്കൾ എൻ്റെ ശരണം പ്രാപിക്കരുത്. ഞാൻ ശരണം പ്രാപിച്ച ആ ഭഗവാനിൽ തന്നെയാണ് താങ്കൾ ശരണം പ്രാപിക്കേണ്ടത്. കച്ചാന ഗുരു, ആ ഭഗവാൻ എവിടെയാണ് ഇപ്പോൾ? അർഹന്തനായിട്ടുള്ള, സമ്മാസമ്പുദ്ധനായിട്ടുള്ള ആ ഭഗവാൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? പരിനിബുധോ ഖോ മഹാരാജ, ഏതർഹീസോ ഭഗവ അർഹം സമ്മാസമ്പുദ്ധോതി. മഹാരാജ, ആ ഭഗവാൻ സമ്മാസമ്പുദ്ധൻ പരിനിർവാണം ചെയ്തു. അതായത് ഈ ഭൗതിക ശരീരം അദ്ദേഹം ഉപേക്ഷിച്ചു, പരിനിർവാണം നേടി. കച്ചാന ഗുരു, ഭഗവാൻ 10 യോജനയ്ക്ക് ഉള്ളിലാണ് എന്ന് ഞാൻ കേട്ടിരുന്നു എങ്കിൽ 20 യോജനയ്ക്ക് ഉള്ളിലാണ്, അല്ലെങ്കിൽ 100 യോജനയ്ക്ക് ഉള്ളിലാണ് എന്ന് ഞാൻ കേട്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും 100 യോജന യാത്ര ചെയ്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമായിരുന്നു. എന്നാൽ ആ ഭഗവാൻ പരിനിർവാണം നേടിയതിനാൽ ആ അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനിൽ ഞാൻ ശരണം തേടുന്നു. പരിനിർവാണം നേടിയിട്ടുള്ള ആ സമ്മാസമ്പുദ്ധനിൽ ഞാൻ ശരണം തേടുന്നു, ധർമ്മത്തിൽ ശരണം തേടുന്നു, സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ എന്നുവരെ എൻ്റെ പ്രാണൻ നിലനിൽക്കുന്നുവോ അതുവരെ കച്ചാന ശാസ്ത്ര എന്നെ ഒരു ഉപാസകനായിട്ട് കരുതണം. മധുരസൂത്തം നിഠിതം. ഈ സൂത്രം ഈ 4 വർണ്ണങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും എല്ലാ സമ്പ്രദായക്കാർക്കും ഒരുപോലെ ബാധകമാണ്. എല്ലാ ആധ്യാത്മിക ജീവിതം നയിക്കുന്ന എല്ലാ പരമ്പരക്കാർക്കും ഒരുപോലെ ബാധകമാണ്. ഇതാണ് ശരിയായിട്ടുള്ള ധർമ്മം എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും മതങ്ങളെക്കുറിച്ചുള്ള ഈ കോലാഹലങ്ങൾ ഇവിടെ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. അതിനാൽ അത്തരം കോലാഹലങ്ങൾ നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം അയച്ചു കൊടുക്കുക. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേമാതിരി കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമുക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ.
ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.